438 ദിവസം കടലിൽ അതിജീവിച്ച ഒരു മനുഷ്യനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 438-ാം ദിവസമാണ് അദ്ദേഹം വീണ്ടും കരയിലേക്ക് അടുക്കുന്നത്. 438 ദിവസം അദ്ദേഹം കടലിൽ വസിച്ചു. പേര് ജോസ് സാൽവഡോർ അൽവരഗസ്. 2012 നവംബറിൽ 37-കാരനായ സാൽവഡോർ മത്സ്യത്തൊഴിലാളി ജോ സാൽവഡോർ എന്നും താൻ രാവിലെ എണീക്കുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ തൻ്റെ മത്സ്യബന്ധനം തുടങ്ങി. എന്നും രാവിലെ അദ്ദേഹം ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഒന്നും ചെയ്തില്ല. എന്നും എവിടേക്കാണോ പോകുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മത്സ്യബന്ധന യാത്ര ആരംഭിച്ചു. എന്നാൽ മീൻ പിടിക്കുന്നതിനിടെ പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ബോട്ടിൻ്റെ എഞ്ചിൻ തകരാറിലായത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. എഞ്ചിൻ തകരാറിലായതോടെ തന്നെ അദ്ദേഹത്തിൻ്റെ ബോട്ടിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. അദ്ദേഹവും ബോട്ടും പസഫിക് സമുദ്രത്തിലേക്ക് കുതിച്ചു. മണിക്കൂറുകൾ പിന്നിട്ടു. രക്ഷപ്പെടാനുള്ള പല വഴികളും അദ്ദേഹം നോക്കി. എന്നാൽ രക്ഷപ്പെടുത്താനോ ആഴക്കടലിൽ മധ്യകടലിൽ ആരും എത്തിയില്ല. ആ രാത്രിയിലെ ആദ്യം തന്നെ ആരെങ്കിലും രക്ഷിക്കാൻ വരുമെന്ന കാത്തിരിപ്പിലായിരുന്നു അദ്ദേഹം. എന്നാൽ ആ രാത്രിയിൽ അദ്ദേഹത്തെ രക്ഷിക്കാൻ ആരും എത്തിയില്ല. രാവിലെ നേരം പുലർന്നു. അദ്ദേഹത്തിന് കഴിക്കാനുള്ള ഒരു ഭക്ഷണവും അദ്ദേഹം കരുതിയിരുന്നില്ല. കാരണം എന്നും രാവിലെ പുറപ്പെട്ടാൽ വൈകിട്ട് വീട്ടിലെത്തുന്ന സ്വഭാവമാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന് വേണ്ടി ആദ്യം തന്നെ അദ്ദേഹം ഒരുപാട് വെള്ളം കുടിക്കുകയാണ് ചെയ്തത്. ആരെങ്കിലും തന്നെ രക്ഷിക്കാൻ വരുമെന്നുള്ള പ്രതീക്ഷ അദ്ദേഹം കൈവിട്ടില്ല. പക്ഷേ മണിക്കൂറുകളും ദിവസങ്ങളും പിന്നിട്ടുകൊണ്ടേയിരുന്നു. ഭക്ഷണത്തിനു വേണ്ടി അദ്ദേഹം തൻ്റെ ചുണ്ട കൊണ്ട് മീൻ പിടിച്ച് ഉച്ചത്തെ പൊരിവെയിലിൽ അതിനെ വേവിച്ച് കഴിക്കുമായിരുന്നു. കടുത്ത ചൂട് പൊള്ളുന്ന സൂര്യൻ അദ്ദേഹത്തിന് നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നു. ഉച്ച സമയങ്ങളിൽ അദ്ദേഹത്തിന് കടുത്ത ചൂടാണ് ഏൽക്കേണ്ടി വന്നത്. രാത്രിയിലെ കൊടുങ്കാറ്റുകൾ വലിയ തിരമാലകൾ ഉണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ ചെറിയ ബോട്ടിനെ അദ്ദേഹം എങ്ങനെയാണ് പിടിച്ചു നിർത്തിയതെന്ന് ഇപ്പോഴും അത്ഭുതമാണ്. അദ്ദേഹത്തിൻ്റെ ചെറിയ ബോട്ടിനെ മറിച്ചിടുന്ന ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള തിരമാലകൾ അദ്ദേഹത്തെ ഓരോ രാത്രിയിലും വേട്ടയാടിക്കൊണ്ടിരുന്നു. കടലിലെ വലിയ സ്രാവുകൾ അദ്ദേഹത്തിന് നിരന്തരം ഭീഷണി ഉയർത്തിക്കൊണ്ടേയിരുന്നു. ഭാഗ്യമെന്ന വാക്കുകൊണ്ടാണ് 468 ദിവസം അദ്ദേഹം കഴിച്ചുകൂട്ടിയത്. പിന്നെ കടുത്ത ഒറ്റപ്പെടലും ഏകാന്തതയും അദ്ദേഹത്തിൻ്റെ മാനസികാരോഗ്യത്തെ വരെ ബാധിച്ചു തുടങ്ങിയിരുന്നു. നമ്മൾ പോയപ്പോൾ കണ്ട സാൽവഡറസിനെയല്ല 468 ദിവസങ്ങൾക്കു ശേഷം അദ്ദേഹത്തെ കണ്ടെത്തുമ്പോൾ അവർ കണ്ടത്. താടിയും മുടിയുമെല്ലാം വളർന്ന് നിരച്ച് അവശനായ അദ്ദേഹത്തെ 2014 ജനുവരി 30 മാർഷൽ ദ്വീപുകളുടെ പതാകയുള്ള ഒരു ബൾക്ക് കാർഗോ കപ്പലാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത്. ലോകം പിന്നീട് തിരിച്ചറിഞ്ഞു ആ 438 ദിവസത്തെ അതിജീവനത്തിൻ്റെ അത്ഭുതകരമായ കഥ. പിന്നീട് അത് ലോകമൊടുക്കം ഫേമസ് ആയ പല ബുക്കുകളും പല മൂവികളും ഇതിനെക്കുറിച്ച് പുറത്തിറങ്ങിയിരുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ വലിയൊരു അതിജീവനത്തിൻ്റെ കഥയാണ് നമ്മൾ കേട്ടത്. മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം. ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.